രാത്രി ഇതൊന്നും കഴിക്കാതിരിക്കായിരുന്നു കേട്ടോ ഞാൻ. എന്നൊക്കെ കത്തിരിക്കുക കുഴമ്പ്, ഇത് ഈ ക്രീമി ടെക്സ്ചർ കണ്ടപ്പോഴേ കഴിക്കാൻ തോന്നും. ഇങ്ങനെ എടുത്തിട്ട് വളരെ രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പൊടി ഐറ്റം നോക്കി, ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ, ഒരെണ്ണം ഉണ്ടായിട്ടുള്ളപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി വെക്കാം, ഒന്ന് കറി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വട്ടനെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള പീസാക്കി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴമ്പ് പോലെ ആക്കി. അതിന് പകരം വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പീസസിലെല്ലാം കട്ട് ചെയ്ത് വെച്ച പീസസിലെല്ലാം നന്നായി ഒന്ന് പുരട്ടി കൊടുത്തു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ മതിയേ, അധികം എണ്ണയൊന്നും വേണ്ട. ജസ്റ്റ് അപ്പോഴേക്കും അത് കുക്കായി. ഒരു 2 മിനിറ്റ് മതി ഇങ്ങനെ 2 സൈഡും മറിച്ചിടാനൊക്കെ വേണ്ടി വരുന്നുള്ളൂ. പെട്ടെന്ന് കുക്കായതിന് ശേഷം നമ്മളത് അതിൽ നിന്ന്, ആ പാനിൽ നിന്ന് എടുത്ത് മാറ്റാണ് ചെയ്യണത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഫ്രൈ പോലെ ഇങ്ങനെ ചെയ്യണില്ലേ, ഇത് തന്നെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് മാറ്റി വെച്ചു. ആ പാനിലെ എണ്ണയിൽ ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ സവോളയും പച്ചമുളകും ഇട്ടിട്ട് ഇനി വഴട്ടാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് വഴറ്റി എന്നിട്ട് പിന്നെ അത് വഴന്ന് ഒരു ബ്രൗൺ കളറാവണേ. അപ്പം നമ്മളതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി അതിലിട്ടിട്ട് മിക്സാക്കാം കേട്ടോ. ഒന്ന് പച്ചമണം മാറുന്ന വരെ ചെയ്യുക. സിമ്മിലൊഴിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടികളെല്ലാം കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പച്ചമണം മാറട്ടെ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്, അതിന് പകരം ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്തൊന്ന് മിക്സാക്കിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. ഒന്ന് ഇങ്ങനെ മൂടി വയ്ക്കുക കുറച്ച് നേരം. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഗ്ലാസ് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈരാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളയ്ക്കാനൊന്നും പാടില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ക്രീമി ടെക്സ്ചർ കണ്ടപ്പോൾ രാത്രി ഫുഡൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞിരിക്കണം, ഞാൻ കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.